എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സാസുകയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും കബൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ കബൂട്ടോ അവനിപ്പോ കുറെ പാമ്പുകളെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അവനവന്റെ ഫേസ് അതങ്ങനെ മൂടിക്കെട്ടും. ഹിറ്റാച്ചി പറയും കബൂട്ടോ അവനിപ്പോ അവന്റെ കണ്ണ് മൂടിക്കെട്ടിയത് അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഗെഞ്ചിപ്സൂല് വീണു പോകും എന്ന പേടിയുള്ളതുകൊണ്ടാണ്. അവൻ ആ പാമ്പുകളിലൂടെ നമ്മുടെ കംപ്ലീറ്റ് മൂവ്മെന്റ്സും കറക്റ്റായിട്ടും കണ്ടുപിടിക്കും. സാസുക പറയും മാത്രമല്ല ആ പാമ്പുകൾക്ക് അവറ്റകൾക്ക് നമ്മളെ വളരെ ഈസി ആയിട്ട് സെൻസ് ചെയ്യാൻ കഴിയും. ഒറോച്ചിമാറിന്റെ കൂടെ ഞാൻ ട്രെയിനിങ് എടുത്തപ്പോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതാണ്. അത് മാത്രമല്ല ഇത് കബൂട്ടോയുടെ ഹൈഡൌട്ടാണ്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സ്ഥലത്ത്. അവരങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഗ്യാപ്പില് ഇപ്പൊ ആ സ്നേക്ക് അവറ്റകൾ നമ്മുടെ ആൾക്കാരെ ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ ഹിറ്റാച്ചി അവന്റെ സുസാന പവർ ഉപയോഗിച്ച് 4 പാമ്പുകളെ അങ്ങനെ ലോക്ക് ചെയ്യും. സാസുകയാണെങ്കിൽ അവന്റെ സുസാന ഉപയോഗിച്ച് 2 പാമ്പുകളെ ഓൺ ദ സ്പോട്ട് വെട്ടിയെറിയും. ഹിറ്റാച്ചി വീണ്ടും പറയും സാസുക ഒരു കാരണവശാലും കബൂട്ടോ മരിക്കാൻ പാടില്ല. ഇവിടെ കബൂട്ടോ അവൻ ചിരിക്കും. ഓ നിങ്ങൾ സുസാനെ ഇറക്കി ഫൈറ്റ് ചെയ്യാണല്ലേ. കബൂട്ടോ അടുത്ത സെക്കൻഡില് അവന്റെ ഹുഡി അത് ഓപ്പൺ ചെയ്യും. അപ്പൊ ഒരുപാട് പാമ്പുകള് അവറ്റകൾ ചന്നം പിന്നം തെറിച്ചു വന്ന് സാസുകയുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡ് അത് തട്ടിത്തെറിപ്പിക്കും. സാസുക പറയും കബൂട്ടോ നിന്നെ പോലെ ഞാനും ഒറോച്ചിമാറുവിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. അവന്റെ പവറും നിന്റെ ടാറ്റിക്സും അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതിന് കബൂട്ടോ പറയും ഞാൻ അവന്റെ വേറൊരു ഒരു സ്റ്റുഡന്റ് അല്ല, ഞാൻ അവന്റെ വലങ്കയായിരുന്നു. എന്റെ യഥാർത്ഥ പവർ അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പൊ അതേസമയം സാസുക അവൻ ചുറ്റുമുള്ള പാമ്പുകൾ മുഴുവൻ അങ്ങനെ ചെക്ക് ചെയ്യും. അതിൽ റിയൽ ഏതാണ് ഫേക്ക് ഏതാണെന്ന് അവർക്ക് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഹിറ്റാച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാമ്പ് അതിപ്പോ വെള്ളം പോലെ അങ്ങനെ താഴേക്ക് വീഴും. കബൂട്ടോ പറയും ഇതൊരു സ്പെഷ്യൽ പവറാണ്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ബോഡി ഹീലാവുന്ന ഹീലിംഗ് ജിപ്സു അത് ഞാൻ കരീനയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് എന്റെ ബോഡിയിൽ അപ്ലൈ ചെയ്തു. അവള് ഒരു ഉസുമാക്കി വംശജയാണ്, അതുകൊണ്ടാണ് അവളുടെ ഹെയർ റെഡ് കളറിൽ ഇരിക്കുന്നത്. അവളുടെ ഹീലിംഗ് പവറോട് എനിക്ക് കിട്ടിയപ്പോ ഞാൻ കംപ്ലീറ്റ് ആയി. ഇതൊരു ഷിനോബി വേൾഡ് ആണ്, ഇവിടെ പവർ ഇല്ലെങ്കിൽ അവർ യൂസ്ലെസ് ആണ്. ഇനി ആർക്കെങ്കിലും പവർ ഉണ്ട് അതവന് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരാള് അതെടുത്തിരിക്കും. അതാണ് ഈ വേൾഡിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്ക് പവർ അത് ഞാനും ട്രെയിനിങ് എടുത്തതാണ്. അത് കേട്ട് സാസുക അവൻ ഫുൾ കലിപ്പില് സുസാനെ കൊണ്ട് ഒരു അമ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് കബൂട്ടോയെ സെൻസ് ചെയ്ത് അടുത്ത സെക്കൻഡില് ആ അമ്പെയ്യും. പക്ഷെ ജസ്റ്റ് മിസ്സിന് കബൂട്ടോ രക്ഷപ്പെടും. കബൂട്ടോ വീണ്ടും പറയും ആ ഒരു സേജ് മോഡ് അത് ട്രെയിനിങ് എടുക്കാൻ ഒറോച്ചിമാർ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അവന്റെ ബോഡി മാത്രം അതിനായിട്ട് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതേസമയം ആ സേജ് മോഡ് ട്രെയിനിങ് അത് ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തു, എന്റെ ബോഡിയിൽ അത് ആപ്ലിക്കബിൾ ആയി. അതിന് സാസുക വിളിച്ചു പറയും നീയും ഇപ്പോ ഒരു ഒറോച്ചിമാറുമാണ്, വെറും ഒരു സ്നേക്ക്. അതിന് കബൂട്ടോ പറയും ഞാൻ ഒറോച്ചിമാറും അല്ല, അവനെ പോലെ ഒരു സാധാരണ സ്നേക്കും അല്ല, എനിക്ക് ഒരുപാട് പവറുണ്ട്. പല കാര്യങ്ങളിലും ഒറോച്ചിമാറുവിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസും ഹെൽപ്പും ഒക്കെ തന്നെ ഞാനാണ് ചെയ്തു കൊടുത്തത്. ചുരുക്കി പറഞ്ഞ എനിക്ക് അവനെ കഴിഞ്ഞും എത്രയോ മടങ്ങ് പവർ അധികമാണ്. ഇപ്പൊ ഞാൻ ഹിറ്റാച്ചിയെ പോലെ ഒരു സ്നേക്ക് അല്ല, ഒരു ഡ്രാഗൺ ആണെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ഫുൾ പവറും അങ്ങനെ റിലീസ് ചെയ്യാണ്. കട്ട് ചെയ്ത മാധുരയായിട്ടുള്ള ആ ഒരു ബാറ്റിൽ ഫീൽഡ്, അവിടെ മാധുരയാണെങ്കിൽ മാധുരയുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കബൂട്ടോ വീണ്ടും ഇപ്പൊ ഫൈക്ക് ആകാശിനോട് ചോദിക്കും ഞാൻ നിങ്ങളോട് ഓൾറെഡി ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ 20 മാധുരയ്ക്കും സുസാനയെ വേണോ എന്ന്. നിങ്ങൾ ആരും മറുപടി പറയാത്ത സ്ഥിതിക്ക് ഇതിന്റെ തീരുമാനം അത് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് അവന്റെ ക്ലൗണുകൾക്കെല്ലാം തന്നെ ഇപ്പൊ സുസാനയെ അങ്ങനെ ഇറക്കി വിടും. അത് കണ്ട് ഫൈക്ക് ആകാശ് അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടെ ഔ പറയും നമ്മുടെ ഫൈക്ക് ആകാശ് അവരിപ്പോ മാധുരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഷിക്കാഗോ പറയും മാധുര അവനൊരു ലെജൻഡറി സനിയനാണ്, അതുകൊണ്ട് ഒന്നല്ല മറിച്ച് അവന് ഇഷ്ടമുള്ള അത്രയും സുസാനകളെ അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഷിക്കാഗോ പറയും എന്തെങ്കിലും ഒരു ഇന്റല് അത് കിട്ടുകയാണെങ്കിൽ കബൂട്ടോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. കബൂട്ടോയുടെ ഹൈഡൌട്ടിനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ നിനക്ക് കിട്ടിയോന്ന് ആളിപ്പോ ഈനോച്ചിയോട് ചോദിക്കും. അതിന് ഈനോച്ചി പറയും ഇല്ല, അവന്റെ ഹൈഡൌട്ടില് ഒരു സ്പെഷ്യൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനാവില്ല. ഹെഡ് ക്വാർട്ടേഴ്സിലെ എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കബൂട്ടോയുടെ ഒരു പൊടി പോലും അവർക്ക് കിട്ടില്ല.
കട്ട് ചെയ്താ ഇവിടെ കബൂട്ടോ അവനൊരു സ്പെഷ്യൽ സേജ് പവർ ഉപയോഗിച്ച് ഹിറ്റാച്ചിയെയും സാസുകയും അങ്ങനെ അടിച്ചു തെറിപ്പിക്കും. ഒരു പാമ്പ് പോലെ എന്തോ ഒരു സാധനം പുറത്തേക്ക് വരും. അതിന്റെ ഒത്ത നടുക്കായിട്ട് വലിയൊരു സ്റ്റോണ്. അതിപ്പോ ഹിറ്റാച്ചിയുടെ നേർക്ക് അങ്ങനെ ഓടിയെടുക്കും. ഹിറ്റാച്ചി ആണെങ്കിൽ പേടിച്ചു വരച്ച് അങ്ങനെ മുൻപോട്ട് ഓടും. ഉടനെ ഒരു പ്രകാശവും വലിയൊരു ശബ്ദവും ഹിറ്റാച്ചിയും സാസുകയും നല്ലതുപോലെ ബാധിക്കും. അവർക്കൊന്നും കാണാൻ കഴിയാതെ അങ്ങനെ പകച്ചു നിൽക്കും. മാത്രമല്ല അവരുടെ ചെവിക്ക് അതിന് താങ്ങാനാവുന്നതിൽ കൂടുതൽ ശബ്ദം അതങ്ങനെ കൂടിക്കൂടി വരും. ഹിറ്റാച്ചി പറയും, സാസുക, കബൂട്ടോ നമ്മളെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ കാഴ്ചയെയും കേൾവിയെയും അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കൊന്നും കാണാതെയും കേൾക്കാതിരിക്കുന്ന ഗ്യാപ്പില് നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ് അവന്റെ പ്ലാൻ. അവരത് പറയുമ്പോഴേക്കും സാക്ഷാൽ കബൂട്ടോ അവനിപ്പോ ഒരു മോൺസ്റ്റർ രൂപത്തില് നമ്മുടെ രണ്ടാൾക്കാരുടെ അടുത്തേക്ക് ഓടിയെടുക്കും. കബൂട്ടോ ആണെങ്കില് വമ്പം പ്ലാനുമായിട്ട് പാഞ്ഞെടുക്കാണ്. എത്രയും പെട്ടെന്ന് ഹിറ്റാച്ചിയുടെ ബോഡിയിൽ ഈ ഒരു സ്റ്റിക്കർ അത് വീണ്ടും ഒട്ടിക്കണം. അങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ എന്റെ ജിപ്സുവില് എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിനുശേഷം സാസുകയെ വളരെ എളുപ്പത്തിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാം. ഇനി അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ എന്റെ കയ്യില് വേറെയും പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ട് വീണ്ടും ഇപ്പൊ എടുത്തു ചാടി അങ്ങനെ ഓടുകയാണ്. അവൻ ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് വന്ന് അവിടുന്ന് വെട്ടിത്തിരിഞ്ഞ് സാസുകയെ ക്യാച്ച് ചെയ്യാനായി എടുത്ത് ചാടും. അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്ത ഹിറ്റാച്ചി ആള് ചാടി വീണ് അങ്ങനെ സാസുകയെ പിടിച്ചു വലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പൊ സേഫായിട്ട് കൊണ്ടുപോകും. കബൂട്ടോ ചിരിക്കും. കബൂട്ടോ ഹിറ്റാച്ചിയോട് ചോദിക്കും, നിനക്കെന്നെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ? നിങ്ങളുടെ ചെവിയെയും കണ്ണിനെയും ഒക്കെ ഞാൻ ഡിസ്ട്രാക്ട് ചെയ്തിട്ടും നിനക്ക് മാത്രം അതിന് കഴിയുന്നു. അതിന് ഹിറ്റാച്ചി പറയും, എനിക്കൊരിക്കലും നിന്റെ ചക്ര പവറിനെ സെൻസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ എബിലിറ്റിയോ പവറോ ഒന്നും എനിക്ക് ആരും തന്നിട്ടില്ല. നാഗട്ടോ, സാക്ഷാൽ നാഗട്ടോ അവനാണ് നിന്നെ സെൻസ് ചെയ്ത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്. അവനിലൂടെയാണ് നിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി ഞാൻ ഇവിടേക്ക് എത്തിയത്. പക്ഷെ ഒരു കാര്യം ആദ്യമേ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു, നീ സാസുകയാണ് ലക്ഷ്യമിടുന്നതെന്ന്. അവനെ കൺട്രോൾ ചെയ്ത് അവനെ നിന്റെ ലെവലിലേക്ക് കൊണ്ടുപോയി അവന്റെ പവറും ചേർത്ത് എന്നെ അറ്റാക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക, അതായിരുന്നില്ലേ നിന്റെ പ്ലാൻ? അപ്പൊ അതേ സമയത്ത് സാസുക അവൻ ചാടി വീണ് കബൂട്ടോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട് കബൂട്ടോ അവൻ എടുത്തു ചാടി അങ്ങനെ സീലിംഗിൽ നിൽക്കുകയാണ്. അപ്പൊ ഹിറ്റാച്ചി അവനിപ്പോ സാസുകയുടെ അടുത്തേക്ക് വരും. ഹിറ്റാച്ചി സാസുകയോട് ചോദിക്കും, നമ്മൾ വളരെ ചെറുപ്പത്തില് ഒരു കാട്ടുപന്നിയെ പിടിക്കാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? അതിന് സാസുക പറയും, അതൊരിക്കലും എനിക്ക് മറക്കാനാവില്ല. കട്ട് ചെയ്താ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിലെ ഹിറ്റാച്ചി ഇപ്പൊ ഒരു പന്നിയെ പിടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴായിരിക്കും കുഞ്ഞൻ സാസുക ഹിറ്റാച്ചിയെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് അമ്പൊക്കെയായി അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. സാസുക പറയും, നീ ആ പന്നിയെ പിടിക്കാൻ പോവല്ലേ? ഉറപ്പായിട്ടും ഈ ഒരു മിഷനിൽ ഞാൻ നിന്നെ അസിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ഹിറ്റാച്ചിയുടെ പിന്നാലെ പോവും. പക്ഷെ ഹിറ്റാച്ചി ആണെങ്കിൽ സാസുകയെ മൈൻഡ് പോലും ചെയ്യില്ല. ഹിറ്റാച്ചി കാഷ്വലായിട്ട് ഇപ്പൊ സാസുകയ്ക്ക് നേരെ അങ്ങനെ തിരിഞ്ഞു നിൽക്കും. അവന്റെ തോളിൽ തട്ടി ഇപ്പൊ സാസുകയോട് പറയും, ഇത്തവണ പറ്റില്ല, അടുത്ത തവണ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ ഇൻവിസിബിളായി പോവും. പക്ഷെ സാസുക അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. സാസുക അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കറക്റ്റായിട്ട് ഹിറ്റാച്ചിയുടെ ലൊക്കേഷൻ അത് കണ്ടുപിടിക്കും. ഹിറ്റാച്ചി ആണെങ്കിൽ ഒരു ഏറുമാടത്തില് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു പന്നി അത് മതം ഇളകിയ വിത്തുകളെ പോലെ അങ്ങനെ ഇളകി നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും സാസുക അവിടേക്ക് വരിക. സാസുകയെ കണ്ട് ഹിറ്റാച്ചി ആള് ഷോക്കാവും. നീ എന്നെ അന്വേഷിച്ച് ഇവിടെ വരെ എത്തിയല്ലേ? കുഴപ്പമില്ല, മുകളിലേക്ക് കയറി വാ. ഹിറ്റാച്ചി പറയും, ആ പന്നിയുടെ വൈറ്റൽ സ്പോട്ടില് ഒരിക്കലും അടിക്കാൻ പാടില്ല. മറ്റെവിടെയെങ്കിലും അടിച്ച് അതിനെ ബോധം കെടുത്തണം. അതിനുശേഷം നമുക്കതിനെ തിരികെ കാട്ടിലേക്ക് കയറ്റി വിടണം. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. സാസുകയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും ചേർന്ന് നിന്ന് അവരുടെ സുസാനകളെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഹിറ്റാച്ചി അവൻ കബൂട്ടോയെയും ആ പന്നിയെയും അവർ രണ്ടുപേരെയും ദിശ തിരിക്കാൻ അവനായിരിക്കും ഇപ്പൊ കളത്തിലിറങ്ങുക. ആ സമയം സാസുക അവനിപ്പോ കത്തികള് അതങ്ങനെ വലിച്ചെറിയും. ഉടനെ ഹിറ്റാച്ചി അവനിപ്പോ ഒരു സ്ക്വാഡ് എടുത്ത് അങ്ങനെ കബൂട്ടോയെ വെട്ടിയെറിയും. പക്ഷെ കബൂട്ടോ അവൻ തെന്നി മാറും. അതുകൊണ്ട് തന്നെ അവന്റെ കൊമ്പായിരിക്കും അവിടെ അറുത്ത് താഴെയിടുക. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ പന്നി മിഷനെ കാണിക്കും. സാസുക എറിഞ്ഞ കത്തികളിൽ നിന്നൊക്കെ മിസ്സായി അതിപ്പോ സാസുകയെ തന്നെ മുകളിലേക്ക് ഇട്ടിച്ച് തെറിപ്പിക്കും. പന്നി വീണ്ടും സാസുകയെ കുത്തി മലത്താനായിട്ട് അവന്റെ തൊട്ടടുത്തെത്തും. ആ സമയത്ത് ഹിറ്റാച്ചി കറക്റ്റായിട്ട് അതിനെ ലോക്ക് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. ഹിറ്റാച്ചിയും സാസുകയും അവർ രണ്ടുപേരും ഫുൾ കലിപ്പില് പല്ല് കടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.